എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? നമ്മുടെ ദേവൻജിയില്ലേ, നമ്മുടെ BJP-യുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്, പുള്ളിക്കാരൻ BJP-ന്ന് രാജിവെച്ചെന്നുള്ള വാർത്തയാണ് രാവിലെ കേട്ടത്. നരേന്ദ്രമോദിജി ഇന്ത്യയുടെ ഏറ്റവും വലിയ അന്തസ്സെന്നാണ് നമ്മുടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ചിരിക്കാൻ വയ്യ കേട്ടോ. സ്വന്തം അച്ഛനെ പോലും തള്ളി പറഞ്ഞിരിക്കുകയാണ് പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ഡം. അതായത് ജന്മം നൽകി ഇത്രയും പ്രായം വരെ എത്തിയില്ലേ, ആ തന്തയെ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു തന്തയേ ഉള്ളൂ, അത് നരേന്ദ്രമോദിജിയാണ്, പാർട്ടി മാറുന്ന പ്രശ്നമില്ല. ലവന്റെ മോനും പറയുന്നത് എനിക്കൊരു തന്തയേ ഉള്ളെന്ന്. ഇവന്മാർ ഈ തന്തയെ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുമ്പോഴത്തേക്ക് ഇനി നാളെ ഇവരെന്തൊക്കെ പറയൂടെ, എനിക്കൊന്നും പിടികിട്ടുന്നില്ല കേട്ടോ. ചാണകത്തിന് ഇത്രയും വലിയ പവറാ, ചവിട്ടിയാ പോരാ, ഒന്ന് ചിന്തിച്ചാൽ മതി, അപ്പൊ തന്നെ തലയുടെ ഫിലമെന്റ് അടിച്ചു. സ്വന്തം ജനിപ്പിച്ച തന്തയൊക്കെ മാറ്റി പറയുന്നപ്പോൾ ഒന്ന് ആലോചിച്ച്, സത്യത്തിൽ ഇത് ഈ സംഖ്യകളൊക്കെ ഇവന്മാരെടുത്തിട്ട് പരിപാടിയാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാരാരാണെന്ന് വെച്ചാൽ അത് സംഖ്യ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. B ബുദ്ധി, J ജനിച്ചപ്പോൾ, P ഇല്ല, അതായത് ജനിച്ചപ്പോഴേ ബുദ്ധിയില്ലാത്ത വർഗങ്ങൾ എന്നാണ് ലവന്മാർ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ഒഴുക്കിയ ഫണ്ട്, അതായത് കോടാനുകോടി രൂപയാണ് BJP A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം വാരി വിതറിയിരിക്കുന്നത്. ഇപ്പം ഈ 3 പേര് ജയിച്ചത്, അത് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ആ മണ്ഡലങ്ങളിലൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മുടെ BJP-യുടെ നേതാക്കന്മാർ കേരളത്തിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ കാണിച്ചത്. നമ്മുടെ മഞ്ഞൾ ശോഭ ചേച്ചി കാണിച്ചത് നിങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? 5000 രൂപയ്ക്ക് ഒരു വീട്ടിൽ കൊണ്ടുപോയി ചുരുട്ടി കൊടുത്തതും, പിന്നീട് അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള കോലാഹലങ്ങളും, പിന്നെ സാരി വാരി വിതറുന്നു, അങ്ങനെ എന്തൊക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ ഓരോ സ്ഥാനാർത്ഥിമാരുടെയും കൂടെ പോകുന്ന യൂട്യൂബർമാരെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവർ ഓരോ വീഡിയോ എടുത്ത് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് നമ്മുടെ PCP വന്നിട്ട് പറഞ്ഞത് കേട്ടോ. പാർട്ടിയിൽ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തതോടുകൂടി ആശ വീണ്ടും തള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നാണ് ലവൻ പറയുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അതായത് ഈ തന്തയെ തള്ളി പറയുന്നവൻ വാക്ക് മാറ്റി പറയുമെന്നുള്ളതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. ഒറ്റ തന്തയ്ക്കൊക്കെ ജനിച്ചതാണെങ്കിൽ ഒറ്റ നിലപാട് അവിടെ നിൽക്കും. ഇത് പല പാർട്ടിയും ചാടി അവസാനം ജനപക്ഷം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയും ഉണ്ടാക്കി, ജനവുമില്ല, പക്ഷവുമില്ല, കക്ഷവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ നോക്കിയ ഈ മരപ്പൊട്ടൻ കൊണാണ്ടണ കേരളത്തിലെ ജനങ്ങളെ അടിച്ചങ്ങോട്ട് ഷെഡി കയറ്റി മൂലക്കിരുത്തി. അപ്പനും കൊടുത്തിട്ടുണ്ട് പണി, മകനും കൊടുത്തിട്ടുണ്ട് പണി. ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ജനങ്ങൾ ലവന്മാരൊന്നും തെരഞ്ഞെടുക്കത്തില്ല കേട്ടോ. അപ്പൊ ഈ മലക്കം മറിയുന്ന ഈ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായി എന്നൊക്കെ പറയുന്നില്ലേ, എൻ്റെ തന്ത മോദിജിയാണെന്നൊക്കെ പറഞ്ഞ് ഈ സംഖ്യകൾ അപമാനിക്കുന്ന അതേതൊന്ന് കേട്ടു നോക്കിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. എത്ര പറഞ്ഞു നിങ്ങൾ ആരൊക്കെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾ സ്വയം ചിന്തിച്ചു. ഞാൻ അങ്ങനെ തൊട്ടില്ല കേട്ടോ. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. 4,45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല, കാരണം അത് കാണിച്ചാൽ നമ്മുടെ പാർട്ടി പ്രവർത്തനം മുഴുവൻ നടക്കണം. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുക്കുക. എത്ര ബൂത്ത് കൊടുക്കും? ഞാൻ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ ഒരു ബൂത്ത് പ്രസിഡന്റ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 3000 രൂപ ലീഡ് ചെയ്യുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്ത് ഞാൻ 2ാം സ്ഥാനം ഞാൻ അന്തിച്ചു. വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കാണലേക്ക് 50 സ്ഥാനം പോകാം. അവിടെ മുഴുവോട്ട് നമുക്ക് കിട്ടുന്നില്ല. എന്ത് സംഭവിച്ചു? അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് വിളിച്ചു എത്തിയാൽ ഇതിന്റെ തന്നെ 30,000 നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ തന്നിട്ടില്ല ബൂത്ത് പ്രസിഡന്റ്. അത് കൊടുക്കാൻ ഇപ്പച്ചവരെ വിളിച്ച് അവരെ വിളിച്ചു വരുത്തി. കൊടുക്കാൻ മറന്നുപോയി. വാരി വന്ന് ചെയ്ത കാശ് കൊണ്ടുപോകണം. അവിടെ വെച്ചാൽ കാശ് പിടിച്ചാൽ അവരോട് മാത്രം കാശ് കൊടുക്കണം, ആരും കാശ് പിടിച്ചു. എല്ലാവരും കാറ് മുതൽ മേടിക്കും. എന്റെ ഇടപെടൽ BJP-യുടെ കാശ് കൊണ്ട് കാറ് മേടിച്ചാൽ കാർ ഇടിച്ചു പോകും. ഞാൻ പറഞ്ഞേക്കാം. വോട്ടിച്ചൊക്കെ തന്നു. ദൈവത്തെ പേരെ വിളിച്ചല്ല, ഞാനാ കാര്യം. ഞാൻ ആരുടെ 5 പൈസ 33 MLA ആയിട്ട് 100 രൂപയ്ക്ക് പ്രശ്നത്തിന് സമയം. BJP-യുടെ ഒരു പൊതുപരിപാടിയിലാണ് വെട്ടവളിയം PCP പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. BJP-യുടെ കാശ് കൊണ്ട് ആരെങ്കിലും കാറ് മേടിച്ചാൽ അവനൊക്കെ വണ്ടി ഇടിച്ച് ചത്തുപോകും, ഞാൻ നിന്നെയൊക്കെ പ്രാഗാണ്, ദൈവം തമ്പുരാൻ പുറത്ത് വിടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പൂഞ്ഞാർ മണ്ഡലത്തിൽ 4.5 കോടി രൂപയോളം ഈ ഇലക്ഷന് വേണ്ടി ഇവർ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ പൂഞ്ഞാറിന്റെ അപ്പി 10 പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. പൈസ കിട്ടാത്തതിന്റെ
കൊതിക്കറവ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പം പ്രവർത്തകരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. ഇപ്പൊ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയും മുരളിജിയൊക്കെ ജയിച്ച മണ്ഡലത്തിലുണ്ടല്ലോ, 4.5 കോടിയൊന്നുമല്ല, അതിന് മുകളിൽ കാശ് അവരവിടെ ചിലവാക്കിയിട്ടുണ്ട്. വോട്ടൊക്കെ പൈസ കൊടുത്ത് മേടിക്കുക, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനങ്ങളെ വിലക്കെടുത്ത് വോട്ട് മേടിക്കുമ്പോൾ ആ വോട്ട് മേടിച്ച് അധികാരത്തിൽ വരുന്നവന്റെ മുമ്പിൽ ഈ പൈസ വാങ്ങിച്ചിട്ടുള്ള ഈ ജനങ്ങൾക്ക് ഒരു കാര്യത്തിനും പോകാൻ പറ്റത്തില്ല. കാരണം അവർ പറയും അന്നേരം, ഞാൻ കാശ് തന്നിട്ടാണ് നീയൊക്കെ എനിക്ക് വോട്ട് തന്നത്, അല്ലാതെ ഓശാരത്തിനല്ലല്ലോ എന്ന് പറയുന്നത് കൂടി ഇനി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കേട്ട കാര്യം, അത് മലക്കം മറിഞ്ഞ് ആശ തിരിച്ചു പറയുന്നൊന്ന് കേട്ടോ. ഇതിനാണ് നമ്മൾ പറയുന്നത് ഡബിൾ സ്റ്റാൻഡ്. കേട്ടോ? അതെ, അന്ന് ഈ എരുമേലിൽ ചെന്നപ്പോൾ 1-2 പ്രവർത്തകർ പറഞ്ഞു വെച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ പഠിച്ചപ്പോൾ അത് ശുദ്ധ അസംബന്ധവും കളവുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് 1 രൂപ ഒരു ആർക്കും കൊടുക്കുകയോ ആരോടും 1 രൂപ വാങ്ങുകയോ ചെയ്തില്ല. അവിടെ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയത് ഈ പാർട്ടിക്കകത്ത് ചില കുശുംബന്മാരുടെ ഒരു പരിപാടി എന്ന നിലയിലാണ് ആ വൃത്തികെട്ട പ്രചരണം ഉണ്ടായത്. ഞാൻ വീണ്ടും ഇത് എരുമേലിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഔദ്യോഗികമായിട്ട് എന്റെ പാർട്ടിയിൽ തന്നെ 100 രൂപ വരെ ചെലവഴിച്ചതിന്റെ കണക്ക് കറക്റ്റായിട്ട് എന്റെ കൈ കിട്ടി. 4 കോടി പച്ചക്കളവാണ്, അത് തെറ്റായ വാർത്തനെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു കാരണവശാലും ആ രീതിയിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ല. എന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ 1 രൂപ ആർക്കും കൊടുക്കുകയോ 1 രൂപ വാങ്ങുകയോ ചെയ്തില്ല. ഇലക്ഷൻ പ്രചരണ രംഗത്ത് നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മുഴുവൻ പാർട്ടിയുടെ ഇടപാടാണ്. അതിനകത്ത് പാർട്ടിക്കാർ ആരെങ്കിലും നിന്ന് വൃത്തികേട് ചെയ്തതായി ഞാൻ കരുതുന്നില്ല. കുശുംബന്മാർ വൃത്തികേട് പറഞ്ഞുണ്ടാക്കുന്നു, ആ കുശുമ്പിന്റെ ഭാഗമാണ് ഇതെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നെ ഒരു 100 രൂപ വരെ ചെലവഴിച്ച് എന്റെ കണക്കിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനിങ്ങനെ കള്ളം പറയാൻ പറ്റും? അപ്പൊ എരുമേലി ഞാൻ പ്രസംഗിച്ച് ശരിയായില്ല, അത് തെറ്റാണ്, തെറ്റ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് സംസാരിച്ചതുമാണ്. ഓക്കെ, ഈ 4.5 കോടിയുടെ കണക്ക് അങ്ങ് കണ്ടു എന്നൊക്കെയല്ലേ അന്ന് പറഞ്ഞത്? അല്ല, ഇവ എന്നെ കാണിച്ചതല്ലേ, എരുമേലി വെറുതെ കാണിച്ച 4 കോടി പച്ചക്കള്ള. ഞാൻ എന്നെ ദൈവത്തെ ഓർത്ത് തന്നെ വിശ്വസിക്കുന്നു, 100% പച്ചക്കള്ളമാണ്. അങ്ങനെ കാഴ്ച 4.5 കോടി. പ്രത്യേകിച്ച് ആ സജി കുരിക്കാട് എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ നമ്മുടെ ജില്ലയുടെ നേതാവ്. അയാൾ വളരെ സത്യസന്ധനായ ഒരു അധ്യാപകനാണ്. ആരോടും ഒരു പൈസ പോലും ഇപ്പം മേടിക്കാമെന്ന് മാത്രമല്ല, യഥാർത്ഥ ഒരു വാദ്യാരി കൂടെ അയാൾ. 5 പൈസ പോകുന്ന 3 ദിവസത്തേക്ക് കരയും. അതുകൂടി സ്വഭാവക്കാരനാണ്. അയാളൊന്നും അങ്ങനെ വൃത്തികേട്ട് കൂട്ടുനിൽക്കാതെ വളരെ സത്യസന്ധനായ വ്യക്തിയാണ് സജി കുരിക്കാട്. അങ്ങ് അവിടെ ആ വേദിയിൽ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ നിന്റെ പേരും ഇതിലുണ്ട്, നിന്റെ പേരും ഇതിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ആരാണത് ചെയ്തത്? അത് ഇനിയും ഒരു വിവാദം ഉണ്ടാക്കണം നിങ്ങൾ നിർബന്ധമുണ്ടെങ്കിൽ എനിക്കങ്ങനെ നിർബന്ധമില്ല. അതല്ലേ പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെ വലിയ വിവാദങ്ങൾ സന്തോഷമാണ്. പക്ഷേ റിപ്പോർട്ടർ വെച്ചാലേ നിങ്ങൾ വിവാദങ്ങൾ കൊണ്ട് നടത്തും. പക്ഷെ ഞാൻ വിവാദങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതൊരു അടഞ്ഞ അധ്യായമായിട്ട് കണക്കാക്കുകയാണ്. ഓക്കെ, അപ്പൊ അന്ന് ഇതൊക്കെ സംസാരിച്ച സമയത്ത് ഇത് വിവാദമാകില്ല എന്നങ്ങ് കരുതിയോ? ഈയിടെ ചോദ്യം ചോദിച്ചെന്റെ പൊന്നു മോളെ, നിന്റെ പേര് എനിക്കറിയത്തില്ല, എന്നെ മൂക്കി കയറ്റാൻ നോക്കണ്ട. ഞാൻ വളരെ പച്ചയ്ക്ക് വളരെ സമാധാനമായിട്ടല്ലേ ചോദിക്കുന്നത്. ഞാൻ വളരെ എളിമയോട് സ്നേഹത്തോടെ ഇരുന്ന് വർത്തമാനം പറയുന്നത്. സ്നേഹത്തോടെ മൂക്കിൽ കയറ്റുന്നില്ല. ശരി, സ്നേഹത്തോടെ മൂക്കി കയറ്റുന്നില്ല എന്ന് നൈസ് ഒരു പരിപാടിയാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിന്റെ മാധു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവനെ പോലെ ഇത്ര അഴുക്കപ്പയല് ഈ ഭൂമി മലയാളത്തിൽ ഇനി ജനിക്കാനില്ല എന്നുള്ളതാണ്. 10-33 വർഷം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ വേട്ടാവളിയം പറയാണ് എന്നെ ഒരുത്തൻ തെറ്റിദ്ധരിപ്പിച്ചതാണ് പോലും ഒന്നും. ഏത് ഈ 4.5 കോടി രൂപ ഈ മണ്ഡലത്തിൽ ചെലവാക്കിയെന്നുള്ളത്. 33 കൊല്ലം ഞാൻ MLA ആയിരുന്നെന്നൊക്കെ ഗീർവാണം മുഴക്കുന്ന ഈ ഇവനെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? അപ്പനും മകനും ഒന്നാന്തരം ഫ്രോഡാണ്. കേരളത്തിന്റെ ശാപമാണ് കേട്ടോ ഇവരൊക്കെ. ഇവന്മാരൊക്കെ കേരളത്തിൽ ഇനി അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പൊ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ, ഏതൊക്കെ മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തണം. എത്ര പണം ഇവിടെ ഇവർ ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മുടെ MP, നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, നമ്മുടെ ഗോപിച്ചേട്ടൻ ആ മണ്ഡലത്തിൽ ജയിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഇവിടുത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾക്കൊന്നും താല്പര്യമില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 5 വർഷം ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ മതി. പിന്നെ അവർ അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് നെറുവേട്ട പരിപാടി ഇവന്മാർ കാണിക്കും. ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, ഇവിടുത്തെ ജനങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അയോഗ്യനാക്കപ്പെടേണ്ടവനെ അയോഗ്യനാക്കുക തന്നെ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സാധനത്തിലുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്തിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.